സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റെസ്ലിങ്ങിൻ്റെ മെയിൻ സ്ട്രെങ്ത് വർക്കൗട്ട് ആയിട്ടുള്ള നെക്കിനും ഹിപ്പ് സ്ട്രെങ്തിനും വേണ്ടിയുള്ള വർക്കൗട്ട്സാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എക്സസൈസിൻ്റെ പേര് ബ്രിഡ്ജിങ് എന്ന് പറയും. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നെക്ക് സ്ട്രെങ്തിനാണ്. അപ്പം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് നിലത്ത് വെക്കും. ലെറ്റ്സ് ഗോ. ബാ. നെറ്റി നിലത്ത് പ്ലേസ് ചെയ്തിട്ട് താടി നമ്മുടെ നെഞ്ചിലോട്ട് അടുപ്പിക്കും. ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുമ്പോൾ തിരിച്ച് വരുമ്പോൾ മൂക്ക് നിലത്ത് ടച്ച് ചെയ്യും. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് അഡ്വാൻസ് റെസ്ലേഴ്സ് ഒരു 50-60 ഒക്കെ ചെയ്യും. ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് ഒരു 10-20 ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നല്ല പെയിൻ ഉണ്ടാവും നെക്കിന്. പിന്നെ അത് നമ്മളെ കണ്ടീഷൻ നല്ല സ്ട്രെങ്തിൽ എത്തിക്കാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ചെയ്തു ഇവിടെയാണ് നമ്മുടെ ലെവൽ 1 എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആകുമ്പോൾ മുട്ടുപൊക്കെ ചെയ്യാൻ പറ്റും. ഓടെ ലെവൽ 2 എക്സസൈസ് എന്ന് പറയും. ഇവിടെ ഇത് ലെവൽ 3 ഉണ്ട്. ഇതിൻ്റെ ലെവൽ 3 എന്ന് പറയുമ്പോൾ കാല് പൊക്കിയാണ് ചെയ്യുന്നത്. ഹോൾഡ് ചെയ്ത് പയ്യെ ചെയ്താൽ മതി. ഇതായിരിക്കും നമ്മുടെ ലെവൽ 3. ഫുൾ നെക്ക് സ്ട്രെങ്ത് കണ്ടീഷനായി വരുമ്പോൾ നമുക്ക് ലെവൽ 3ലേക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡ്രിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തന്നെ ഫ്രണ്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സൈഡ് കൂടെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട് ഡ്രിൽ ചെയ്യുന്ന പോലെ തന്നെ സൈഡിലും നമുക്ക് കണ്ടീഷൻ ആവുന്നതിനുള്ള ഗ്രൗണ്ട് ഉണ്ട്. അത് കാണിച്ച് മുട്ടുപൊക്കി ചെയ്തു. ഇതിൽ നമ്മൾ നെറ്റി അല്ല കുത്തുന്നത്. സൈഡ് ഡ്രിൽ വരുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ കുറച്ചുകൂടെ കയറി നിറക് ഭാഗമായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് നിലത്തോട്ട്. ഇവിടുന്ന് സൈഡ് ടു സൈഡ് പ്ലേസ് ചെയ്യുമ്പോൾ ഈ ചെവി നമ്മുടെ ഷോൾഡറിലും ടച്ച് ചെയ്യും, മറ്റേ ചെവി ഗ്രൗണ്ടിലും വരും. അതുപോലെ തന്നെ 2 സൈഡിലേക്കും ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഇവിടെ നിന്ന് ബാക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതാണ്. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ബാക്കിലേക്ക് ജമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോൾഡ് പൊസിഷൻ ഉണ്ട്. ഹെഡ് സ്റ്റാൻഡ് പൊസിഷനിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് ബാക്ക് ബ്രിഡ്ജ് ഉണ്ട്, ബാക്കിലേക്ക് ബ്രിഡ്ജ് ചെയ്യുന്നു. ഹോൾഡ് ജമ്പ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഫുൾ ഹെഡ് പ്ലേസ് ചെയ്തിട്ട് നോസ് മാക്സിമം റീച്ച് ചെയ്യുന്നു. തിരിച്ച് 2 ഷോൾഡേഴ്സും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നു, വീണ്ടും റേസ് ചെയ്യുന്നു. കണ്ടിന്യൂസ് എക്സസൈസ് ആണിത്. ഓക്കെ, ഇതിൻ്റെ സൈഡ് ടു സൈഡും ഉണ്ട്. ഈ കാണുന്ന ഫുൾ നെക്ക് എക്സസൈസ് എല്ലാം റെസ്ലേഴ്സിൻ്റെ ഡെയിലി റൊട്ടീനിൽ വരുന്ന ഒരു സ്ട്രെങ്തനിങ് എക്സസൈസ് ആണിത്. ഫുൾ സ്പൈൻ സ്ട്രെങ്തനിങ് നമ്മൾ റെസ്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. റെസ്ലിങ്ങിൽ കഴുത്ത് തൊട്ട് ഹിപ്പ് സ്ട്രെങ്ത് വരെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സൈഡ്. ഓക്കെ, എല്ലാവരും കുറച്ച് കയറി നിന്നിട്ട് ബാക്ക് കൂടെ ചെയ്ത് കാണിച്ചോ. ഗ്രൗണ്ട് പൊസിഷനിൽ നമ്മൾ ഒരു ഡ്രില്ലൂടെ ചെയ്യുന്നുണ്ട്. റെസ്ലിങ്ങിലെ ഹിപ്പ് ഹാൻഡ് ഫുൾ മൊബിലിറ്റി സ്ട്രെങ്തിനുള്ള ഒരു വർക്കൗട്ടാണ്. നമ്മൾ സാധാ ബ്രിഡ്ജ് ചെയ്യുന്ന പോലെ, സ്റ്റാൻഡിങ് ബ്രിഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് പുഷ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സെക്കൻഡ്സ് വെച്ച് ചെയ്യും, സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഓരോ രീതിയിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. റെഡി? ഗ്രാബ് 1 ഡൗൺ, അപ്പ്, ഹോൾഡ് പയ്യതായിട്ട്, അപ്പ്, ഡൗൺ, അപ്പ്, hold, up, down, up, extend jump, rotation. Okay, then next one, jump and rotate, jump, opposite side rotate, rotate, jump, upper side rotate, good.
ഈ ഫുൾ ബ്രിഡ്ജിങ് എക്സസൈസ് നമ്മളെ ഫുൾ റെസ്ലിങ്ങിലെ ഫുൾ സ്ട്രെങ്ത്, സ്പൈൻ സ്ട്രെങ്തിനും ഫുൾ മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എക്സസൈസിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന എക്സസൈസാണ് ഇത് മൊത്തം. അടുത്തത് സ്റ്റാൻഡിങ് ബ്രിഡ്ജിങ്, മെയിനായിട്ടുള്ള എക്സസൈസാണ്. ഹിപ്പ് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും നമ്മുടെ ഓരോ ത്രോസിനും വേണ്ടിയുള്ള ഡ്രിൽസാണ് ഇനി വരുന്നത്. സ്റ്റാൻഡിങ് ബ്രിഡ്ജ്, പിന്നെ ബ്രിഡ്ജിങ്ങിന് സൈഡ് സപ്പിൾസ്. പോട്ടെ, സ്റ്റാൻഡിങ് ബ്രിഡ്ജ് ചെയ്യാം നമുക്ക് വേണം സ്റ്റാർട്ട്. പോട്ടെ, സ്റ്റാൻഡിങ് ബ്രിഡ്ജ് ചെയ്യുക, കിടക്കുക, റൊട്ടേറ്റ് ചെയ്യുക, വീണ്ടും സ്പീഡിൽ എഴുന്നേൽക്കുക, ബ്രിഡ്ജ് ചെയ്യുക. പോട്ടെ, അവിടെ കിടന്നോ, ഏകേക്ക് സ്പീഡ്, അവിടെ നിന്ന് പോട്ടെ, ഗുഡ് സ്പീഡ് ഡ്രിൽ. ഗുഡ് സ്റ്റോപ്പ്. നമ്മളിപ്പോൾ ചെയ്ത ബ്രിഡ്ജിങ് ആണെങ്കിലും ഇനി ചെയ്യാൻ പോകുന്ന സുപ്ലെക്സിന് വേണ്ടിയുള്ള കൂടുതലായിട്ടുള്ള ഡ്രിൽസാണ് നമ്മളിനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മെയിൻ റെസ്ലിങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഓരോ ത്രോസാണ്, ഹിപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഓരോ ത്രോസാണ്. അതിൽ മെയിൻ വർക്കൗട്ട് എന്ന് പറയുന്നത് ഹിപ്പ് 1 2 ഹിപ്പ് പുഷ് ചെയ്യുന്നു, ബ്രിഡ്ജ് ചെയ്യുന്നു, സൈഡ് റൊട്ടേറ്റ്. ഇതാണ് ഫസ്റ്റ് മെയിൻ തിങ്. അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഓരോ ഡ്രിൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്കിപ്പോൾ ചെയ്ത് കാണിച്ചാൽ വളയും യാത് ബ്രിഡ്ജ് ആൻഡ് എസ്കേപ്പ് ആണ്. ഒരു ഓപ്പണറിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഹോൾഡിൽ ഒരു ഓപ്പണറിനെ ഫ്രണ്ട് ഹോൾഡ് ചെയ്ത് നമ്മൾ ത്രോ ചെയ്യുക, ലിഫ്റ്റ് ചെയ്ത് ത്രോ ചെയ്യുമ്പോൾ പ്രോപ്പർ പൊസിഷനിൽ നമ്മൾക്കൂടെ സേഫ് ലാൻഡിങ് ചെയ്യണം. ഓപ്പണൻ്റ് ആണെങ്കിലും നമുക്കാണെങ്കിലും പ്രോപ്പർ പൊസിഷനിൽ സേഫ് ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ഡ്രില്ലാണിത്. മെയിൻലി ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ സ്ട്രെങ്തനിങ്, ഹിപ്പ് സ്ട്രെങ്തനിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ. നമുക്ക് പാർട്ട്ണർ ബേസ് നമുക്ക് ബ്രിഡ്ജിങ്ങിനെ സപ്പോർട്ട് ചെയ്യാം. ആസ് എ ബിഗിനേഴ്സ് എല്ലാവർക്കും ബ്രിഡ്ജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് നോർമലി ഫ്ലെക്സിബിലിറ്റി ഉള്ളവർക്ക് എന്തായാലും പറ്റും. പക്ഷേ ആസ് എ ഇപ്പം കുറച്ച് പ്രായമുള്ള ആൾക്കാരാണേലും ഇപ്പം പ്രായമില്ലാത്തവരാണേലും അവർ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചിലർക്ക് ഹിപ്പ് ഫുള്ളി ഫ്ലെക്സിബിൾ ആവണമെന്നില്ല. ഫ്ലെക്സിബിൾ ആയാൽ തന്നെ ചിലർക്ക് പ്രോപ്പർ പൊസിഷനിൽ നിൽക്കാൻ പറ്റിയെന്നും വരില്ല, സ്ട്രെങ്ത് ഉണ്ടാവില്ല ചിലർക്ക്. നമ്മൾ മെയിനായിട്ട് പാർട്ട്ണറിനെ യൂസ് ചെയ്ത് അങ്ങനെയാണ് ബ്രിഡ്ജ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹിപ്പ് സപ്പോർട്ട് ചെയ്ത് കൈ ഫുൾ പുറകോട്ട് വെക്കുക, തല പുറകോട്ട് വെക്കുക, ഹോൾഡ്, തലോട്ട് കിടന്നു, റൊട്ടേറ്റ്, നേരെ വീണ്ടും പോട്ടെ, നടന്നു, ഹോൾഡ്. ബ്രിഡ്ജ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന്, അപ്പർ ബോഡിയിൽ നിന്ന് കയ്യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഫുൾ കഴുത്ത് എത്ര മാക്സിമം പുറകോട്ട് നോക്കാൻ പറ്റുമോ അത്രയും പോയി കഴിഞ്ഞ് ഹിപ്പാണ് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നത്. നമ്മൾ മുട്ട് മടക്കുന്നില്ല, നമുക്ക് മുട്ട് മടക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ ബ്രിഡ്ജിങ്ങിൽ വരുന്നില്ല. കൈ പോകുന്നു, അതിൻ്റെ കൂടെ കഴുത്ത് ഒരുമിച്ച് പുറകോട്ട് പോകുന്നു. എത്ര പുറകോട്ട് നോക്കാൻ പറ്റുമോ അത്രയും മാക്സിമം പുറകോട്ട് നോക്കുന്നു. പിന്നെ ഹിപ്പ് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നു. നമ്മുടെ ആദ്യം പോയ കൈ നേരെ ഗ്രൗണ്ടിലോട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ട്ണറിനെ പിടിച്ചുകൊണ്ടുള്ള നെക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. ഇത് നമ്മൾ റെസ്ലിങ്ങിൽ നമ്മൾ ഹോൾഡിങ് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഓപ്പണറിനെ താക്കുന്നു, ഓപ്പണർ തല തന്നെ പൊക്കാൻ തോന്നും. ഇതാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 2 കൈ യൂസ് ചെയ്താണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഡൗൺ അപ്പ്, നെക്കിൽ നമ്മൾ പാർട്ട്ണറിനെ യൂസ് ചെയ്തിട്ടുള്ള നെക്ക് സ്ട്രെങ്തനിങ്. ഇതിൻ്റെ കുറേ വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്തത് ഒരു ഫസ്റ്റ് വേരിയേഷൻ മാത്രമാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്ലിങ്ങിൻ്റെ കുറച്ച് പാർട്ട്ണർ ഡ്രിൽസാണ്. ഹിപ്പ് സ്ട്രെങ്തിനും നെക്ക് സ്ട്രെങ്തിനും കൂടെയുള്ള. ലെറ്റ്സ് ഹോൾഡ് കഴുത്തി തൂക്കി പിടിക്കുക, തൂങ്ങിക്കിടക്ക്. ആ നീ പൊക്കി പിടിക്കുക ഹിപ്പ്. ഓക്കെ, ഇവിടുന്ന് വോക്ക് ചെയ്യണം നേരെ. അത് തന്നെ അടിയിലോട്ട് ലിഫ്റ്റ് ചെയ്യുക, ഡൗൺ ലിഫ്റ്റ്. ഓക്കെ, ഡൗൺ. മാക്സിമം റേസ് ചെയ്യട്ടെ, മതി.
നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഡ്രില്ലായിട്ടുള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള ഫ്ലൈസ് ആണ്. അത് നമ്മുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് സ്ട്രെങ്തനിങ് ആണ്. അപ്പ്, കൗണ്ട് ഓഫ് 10 ആൻഡ് അപ്പ് ഹോൾഡ്. കേട്ടോ, ഹോൾഡ്. ഇവിടെ 10 എണ്ണം. ഓക്കെ, ഡൗൺ ഡൗൺ ഡൗൺ. ഇതിൻ്റെ തന്നെ അപ്പ്, ലിഫ്റ്റ്, വൈഡ് ചെയ്തോ. നമ്മളിപ്പോൾ ചെയ്ത ഓരോ ഡ്രിൽസ് ആൻഡ് എക്സസൈസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നെക്ക് ആൻഡ് ഹിപ്പ് സ്ട്രെങ്തിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ബേസിക്കലി റെസ്ലേഴ്സ് എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ എക്സസൈസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനിയും എക്സസൈസ് ഉണ്ട്, ബട്ട് നമ്മളിപ്പോൾ ചെയ്തത് ബോഡി പാർട്ട്നേഴ്സായിട്ടുള്ള എക്സസൈസും സെൽഫ് ബോഡി കണ്ടീഷനുള്ള എക്സസൈസ് ആണ്. മെയിൻലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരും ഇത് സെൽഫായിട്ട് വീട്ടിൽ നിന്ന് പരീക്ഷിക്കാതെ അഡ്വാൻസ്ഡ് ആയിട്ട് എവിടെയെങ്കിലും പോയി ട്രെയിൻ ചെയ്ത് അത്യാവശ്യം ഒരു നല്ലൊരു പാർട്ട്ണറിൻ്റെ കൂടെ അല്ലെങ്കിൽ നല്ലൊരു കോച്ചിൻ്റെ അടിയിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമസ്കാരം, പുതിയൊരു സ്പന്ദനം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു 99% ആൾക്കാരിലും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. എന്താണെന്നല്ലേ? ഹെയർ ഫോൾ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഷ്യൻസ് ഉണ്ട്, ഒരു ദിവസം എത്ര മുടി പോകുന്നു എന്നുള്ളത് എണ്ണി വെക്കുന്നത്. ആക്ച്വലി അങ്ങനെ എണ്ണി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൂടുതൽ എന്തെങ്കിലും സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. ഒരു 20 to 100 strands ഓഫ് ഹെയർ ലോസ് ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഹെയർ ഫോളും ഹെയർ തിന്നിങ്ങും രണ്ടാണ്. വൈ? ബിക്കോസ് ഹെയർ ഫോൾ എന്ന് പറയുന്ന ആ ഒരു ഹെയറിൻ്റെ ഷെഡിങ് സ്റ്റേജ് ആണ്. പക്ഷേ ഹെയർ തിന്നിങ് എന്ന് പറയുമ്പോൾ അവിടെ റീഗ്രോത്ത് സംഭവിക്കാതെ സ്കാൽപ്പ് കാണുന്ന അവസ്ഥയ്ക്കാണ് ഹെയർ തിന്നിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെയർ ഫോളിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പം ആസ് എ പേഷ്യൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോ ഹെയർ ഫോളിക്കിൾസും കോൺസ്റ്റൻ്റ് ആണ്. ടിൽ ദ ടൈം വി ലിവ് അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഹെയർ ഫോളിക്കിൾസ് എന്ത് ചെയ്യണം, എടുത്തു മാറ്റുന്ന എന്തെങ്കിലും ഒരു ട്രോമയോ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ സ്കിന്നോ വേണ്ടി വരും. അല്ലാത്ത പക്ഷം കോൺസ്റ്റൻ്റ് ആയിരിക്കും നമ്മൾ ജനനം മുതൽ മരണം വരെയുള്ള ഹെയർ ഫോളിക്കിൾസിൻ്റെ നമ്പർ. അത് സ്കാൽപ്പ് മാത്രമല്ല, എൻറ്റയർ ബോഡി അങ്ങനെ തന്നെ ആയിരിക്കും. ആൻഡ് അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വേരി ചെയ്യുകയും ചെയ്യും. എല്ലാ ഹെയർ ഫോളിക്കിൾസും ഒരു പെർട്ടിക്കുലർ ഹെയർ സൈക്കിളിൻ്റെ ഫേസിലായിരിക്കും ഇരിക്കുന്നത്. ലൈക്ക് ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു സീസണിൽ ലിച്ചി അല്ലെങ്കിൽ റംബൂട്ടാൻ, അതും അല്ലെങ്കിൽ മാങ്ങ ഒക്കെ, മാവൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകും. വർഷത്തിൽ 2 വട്ടമായിരിക്കും ഐഡിയലി. അത് കഴിഞ്ഞിട്ട് ആ സീസൺ കഴിയുമ്പോഴത്തേനും പിന്നെ മാങ്ങയൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് സീസണലാണ്. പക്ഷേ അതുപോലെയാണോ നമുക്ക് ഹെയർ ലോസ്? ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് ഹെയർ കൊഴിയുന്നുണ്ടാവും. പക്ഷേ സീസണൽ ചില കേസസിൽ കുറച്ചധികമാകും. അത് മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നില്ലേ? വിച്ച് ഈസ് വെരി നാച്ചുറൽ. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഓരോ ഹെയർ സ്ട്രാൻഡ്സും ഈ പെർട്ടിക്കുലർ ഫേസിലിരിക്കുവാണ്. ചില ഷാമ്പൂസിൻ്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ? ഒന്നുമില്ലാത്ത ഒരു സ്കാൽപ്പ്, പിന്നെ ഒരു കുഞ്ഞു മുടി വരുന്നു, പിന്നെ കുറച്ചധികം അത് നീണ്ട് ലഷ്യസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ വേരിൽ നിന്നൊന്ന് ഇളകി വരുന്നൊരവസ്ഥ, ആൻഡ് എഗെയിൻ ബാക്ക് ടു ആ ഒരു മുട്ട പോലെ ഇരിക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് പോകുന്നു. അതാണ് ബേസിക്കലി എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഈ ഷെഡിങ് ഫേസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹെയർ ഷെഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ റീഗ്രോ ചെയ്യാത്തപ്പോഴാണ് നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ബോൾഡിങ് വരുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമുക്കുള്ള ഹെയർ ഫോളിക്കിൾസ് കുറഞ്ഞു എന്നുള്ളതല്ല, ഇനാക്റ്റീവ് സ്റ്റേജിലോട്ട് പോയതുകൊണ്ടാണ് നമുക്കവിടെ ബോൾഡിങ് അല്ലെങ്കിൽ ഹെയർ തിന്നിങ് എന്ന് പറയുന്ന ഒരു ഹെയർ ലോസ് പാറ്റേൺ വരുന്നത്. സോ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കുറേ രോഗാവസ്ഥ ചിലപ്പോൾ ഈ ഹെയർ ഫോളിൻ്റെ കാര്യത്തിലായിരിക്കും ബോഡി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ചില ആൾക്കാരിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ക്രൗൺ ഏരിയ, ഇയർ ടു ഇയർ ഏരിയ, അല്ലെങ്കിൽ ഈ ടെമ്പിൾസ്, ഈ 2 സൈഡിലായിട്ട് ഹെയർ തിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോർഹെഡ് റിസീഡിങ് എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോൾ പലരും കുറേയധികം ഓയിൽ അല്ലെങ്കിൽ ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂസൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആക്ച്വലി അത് താൽക്കാലികമായിട്ടൊരു റിസൾട്ട് തരുന്നു എന്നുള്ളൊരു തോന്നലിനപ്പുറം
ഒരു അണ്ടർലൈൻ കോസ് ഇതിന് ഉണ്ടാകണം. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ പാറ്റേൺ ഓഫ് ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ ഓഫ് ഹെയർ തിന്നിങ് എന്ന് പറയുന്നത് DHT റിസപ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് ആ ബോൾഡിങ് സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു കോസ് അഡ്രസ്സ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ഹെയർ ലോസ് മാനേജ് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരുപാട് ഓയിൽസോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ട് അവിടെ പ്രത്യേകിച്ചൊരു കാര്യം ഇല്ല. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നത് സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ടാകുമോ? ഓഫ് കോഴ്സ് സ്ട്രെസ്സും സ്ലീപ്പും ഹെയർ ലോസിന് നല്ലതായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗുഡ് ഫുഡ്, ഒരു വൈറ്റമിൻ ആൻഡ് മിനറൽസ് ഒക്കെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഹെയറിൻ്റെ ഹെൽത്ത് ബെറ്റർ ആവുന്നതെന്നുള്ളത് നമ്മൾ പണ്ട് തൊട്ടേ വായിക്കുന്ന കാര്യമാണ്. പക്ഷേ എന്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ എന്താ പറയുക ഹെയർ ലോസിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറിറ്റിൻ, വൈറ്റമിൻ B12, വൈറ്റമിൻ D ലെവൽസ്, തൈറോയിഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ഓരോ പാറ്റേൺ ഓഫ് തിന്നിങ്ങിനും ഒരു കോസ് ഉണ്ട്. ആ അണ്ടർലൈൻ കോസ് അഡ്രസ്സ് ചെയ്യുക. അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് ഒരു ഹെയർ കെയർ റുട്ടീൻ മാൻഡേറ്ററി ആണ്. എന്ത് വന്നാലും ഒരു ഹെയർ ലോസ് മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് ഹെയർ കെയർ ചെയ്ത് നല്ലതായിട്ട് സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഒരു ഹെയർ കെയർ റുട്ടീൻ വേണം. ഈ ഇടയായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് കുട്ടികൾ ആരും തല കഴുകില്ല, അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയുന്നില്ല, യങ് അഡൾട്ട്സ് തന്നെ തല കഴുകില്ല. ആഴ്ച ഒരു വട്ടം വല്ലതും ആയിരിക്കും തല കഴുകുന്നത്. ഒരു ഓൾട്ടർനേറ്റ് ഡേ ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹോട്ട് വാട്ടർ മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ എവറി ഡേ ഹെയർ വാഷ് ഒരുപാട് ഹെയർ ലോസ് ഉള്ളവർക്ക് പൊതുവെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലും മറ്റും സ്ട്രിപ്പ് ഓഫ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടാണ് എവറി ഡേ ഹെയർ ലോസ്. പിന്നെ ഈ ഹെയർ വാഷ് ചെയ്യാതെ വെരി ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ വാഷ് ചെയ്യാത്ത കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യുമ്പോൾ കുറച്ചധികം ഹെയർ ലോസ് ഉള്ളതായിട്ടും ചില ആൾക്കാർ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടിലോജൻ ഫേസിലുള്ള ഹെയർ ഒക്കെ തന്നെയും കൊഴിയാനുള്ളതാണ്. അത് കൊഴിഞ്ഞേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ റീഗ്രോത്ത് സംഭവിക്കൂ. അപ്പോൾ ഒരു ഹെയർ തിന്നിങ്ങിൻ്റെ അവസ്ഥയിലൂടെ പോകുന്നവർക്കാണെങ്കിൽ ആ ഒരു ഹെയർ ഫോളിക്കിളിനെ റീആക്ടിവേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഓക്കെ ആവും. പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം അവിടെ പ്രസക്തിയില്ല. ഫസ്റ്റ് തിങ്. രണ്ടാമത് കണ്ടുവരുന്നൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ വാഷിൻ്റെ ഫ്രീക്വൻസി വളരെയധികം കുറയുമ്പോൾ തന്നെ സ്കാൽപ്പിലെ സ്കിൻ എന്ത് ചെയ്യും, ഷെഡ് ഓഫ് ആയി തുടങ്ങും. അത് ഡാൻഡ്രഫ് ബിൽറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡേർട്ട്, സ്വെറ്റ് എല്ലാം കൂടി ഇരുന്ന് അനാവശ്യമായിട്ടുള്ള ഡെർമറ്റൈറ്റിസും അല്ലെങ്കിൽ അതുപോലെയുള്ള കണ്ടീഷൻസ്, പെയിൻഫുൾ ആയിട്ടുള്ള കുരുക്കളും ഫ്ലേക്കിങ്ങും ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിലും ഈ ഹെയർ ലോസ് കൂടുകയും ചെയ്യും. അതുപോലെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് കോംപ്രമൈസ് ആവുകയും ചെയ്യും. സോ ഹെയർ വാഷ് ഇസ് മാൻഡേറ്ററി അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സ്. അപ്പോൾ എപ്പോഴൊക്കെ ഷാംപൂ വാഷ് ചെയ്യാമെന്നൊരു ക്വസ്റ്റ്യൻ പലരുടെയും മനസ്സിലിപ്പോൾ വരുന്നുണ്ടാവും അല്ലേ? ഒരുപാട് വെയിലത്ത് പോകുന്നു, ഒരുപാട് വിയർക്കുന്നു, ഡസ്റ്റ് എക്സ്പോഷറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവറി ഡേ തന്നെ ഹെയർ വാഷ് ചെയ്തോളൂ. ഇഫ് യു നീഡ് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാവുന്നതുമാണ്. അതല്ല ഡാൻഡ്രഫ് പ്രോൺ ആയിട്ടുള്ള ഒരാൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നില്ല, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മിനിമം 2 to 3 times എ വീക്ക് വാഷ് ചെയ്തിട്ടുണ്ടാവണം. അതായിരിക്കും ഐഡിയലായിട്ട്. ആൻഡ് ഇതിൽ ഒരു 2 or 3 times ഷാംപൂ വാഷ് ചെയ്യാവുന്നതുമാണ്. പിന്നെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, ഇങ്ങനെ വെരി ഫ്രീക്വൻ്റ്ലി സ്വെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഔട്ട്ഡോർ വർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ, പക്ഷേ ഡാൻഡ്രഫ് പ്രോൺ അല്ല, ഡ്രൈ ആൻഡ് കേളി ആയിട്ടുള്ള സ്കാൽപ്പ് ആൻഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ആഴ്ച ഒരിക്കലും അവർക്ക് ഷാംപൂ വാഷ് ചെയ്യാം. പക്ഷേ നല്ലതായിട്ട് നറിഷ് ചെയ്യണം, കണ്ടീഷൻ ചെയ്യാൻ വേണം. അതാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ ആ ഹെയർ വാഷിന് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്. ഹെയർ ലോസ് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാവുന്നതല്ല, അത് സ്ലോലി ഗ്രാജുവലി ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി നമുക്ക് തരുന്ന സിഗ്നൽസ് ആയിരിക്കും, സംതിങ് ഈസ് ഗോൺ റോങ്, അഡ്രസ് ഇറ്റ് എന്നുള്ളത്. അത് മിക്ക ആൾക്കാരും എന്ത് ചെയ്യും, മിസ് ഔട്ട് ചെയ്യും. ചില ആൾക്കാർക്കാണെങ്കിൽ ഹെയർ എവ്രിവെയർ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരിക്കും. കുളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ റൂമിൽ, അവരേതെങ്കിലും ഒരു റൂമിൽ ഇരുന്നിട്ട് ഇറങ്ങുമ്പോൾ എല്ലാം. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ഗുഡ് സ്ലീപ്പ്, അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് റിസീഡിങ് ആയിട്ടുള്ള ഹെയർ ലൈൻ ആയിരിക്കും.
ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പിരിയത്തിൻ്റെ തൊട്ട് മേലിൽ നിന്ന് ഹെയർ ഉണ്ടായിരുന്നു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് കുറച്ചും കൂടെ മേളിലോട്ട് പോയി എന്നൊരവസ്ഥ വരും. ഒരുപാട് ഹെയർ ലോസ് എന്ന് പറയുമ്പോൾ എത്ര നേരത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നോ അത്രയും നേരത്തെ ആയിരിക്കും നമുക്ക് റിക്കവറി പോസിബിളായിട്ടുള്ളത്. ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഹെയർ ലോസ് ആണെന്നിരിക്കട്ടെ, അതിനെല്ലാം ബേസിക് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ റിസീഡിങ് ടൈപ്പ് ഓഫ് ഹെയർ ലൈൻ, അതായത് നമുക്ക് ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഐബ്രോസിന് തൊട്ട് മേലെ തൊട്ട് ഹെയർ ഉണ്ടായിരുന്നു, പക്ഷേ ആസ് വി ഏജ് ആ ഒരു ഹെയർ ലൈൻ റിസീഡ് ചെയ്തും പോകുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഫോളിക്കിൾസ് തിന്നാവുകയാണ്, അല്ലെങ്കിൽ ഫോളിക്കിൾസ് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്നാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ലോ ലെവലായിട്ടുള്ള ലേസർ തെറാപ്പി ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ആ ഫോളിക്കിൾസിന് ഒരു സ്റ്റിമുലേഷൻ കിട്ടും, ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന PRP, GFC, ന്യൂ അഡ്വൻ്റ് ആയിട്ടുള്ള സ്കാൽപ് ത്രെഡ്സ് ഉണ്ട്, എക്സോസോംസ്, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ്. ഇതിനൊന്നും ഡൗൺ ടൈം ഇല്ല, അതുപോലെ റിസൾട്ട്സ് ഓറിയൻറ്റഡും ആണ്. പിന്നെ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഹെയർ ലോസ് എന്ന് പറയുന്നത് ക്രൗൺ ഏരിയ തിന്നിങ്, അതായത് ഇയർ ടു ഇയർ ഏരിയ മൊത്തത്തിൽ തിന്നാവുന്നൊരവസ്ഥ. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് പേഷ്യൻസ് ഓൺലൈനൊക്കെ കുറേ സപ്ലിമെൻറ്റ്സ് ഒക്കെ വാങ്ങി കഴിച്ചിട്ടായിരിക്കും വരുന്നത്. മോസ്റ്റ്ലി ബയോട്ടിൻ ആൻഡ് സിങ്കിൻ്റെ സപ്ലിമെൻറ്റ്സ് ആണ് നമ്മളിതിന് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ബയോട്ടിൻ ഇസ് നോർമലി പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ. അതുകൊണ്ടൊരു ഡെഫിസിറ്റ് ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ബട്ട് സ്റ്റിൽ ഹെയർ സെറംസ്, പ്രോപ്പർ ഹെയർ കെയർ റൂട്ടീൻ, അതിൻ്റെ കൂടെ മിനോക്സിഡിലൊക്കെ വളരെ കോഷ്യസ് ആയിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിൻ്റെ ഒരു ഹെൽപ്പും കൂടെ തേടുക. അല്ലാണ്ട് മിനോക്സിഡിൽ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഈ വീഡിയോ കണ്ടിട്ട് ആരും ഓൺലൈനിൽ പോയി അല്ലെങ്കിൽ ഫാർമസിയിൽ പോയിട്ട് മിനോക്സിഡിൽ മേടിച്ച് സ്വന്തമായിട്ട് യൂസ് ചെയ്യരുത്. ബിക്കോസ് അത് യൂസ് ചെയ്യാനാണെങ്കിലും ആ മെഡിസിൻ നിർത്താനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്. അല്ലാതെ നമ്മൾ നോർമലി നിർത്തിക്കഴിഞ്ഞാൽ വിപരീതമായിരിക്കും ഫലം. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഈ സ്ട്രെസ്സൊക്കെ ഒത്തിരി കൂടി അല്ലെങ്കിൽ പേഷ്യൻസ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വരുന്നൊരവസ്ഥയെന്ന് പറയുന്നത് അലോപേഷ്യ ഏറിയേറ്റ അല്ലെങ്കിൽ പാച്ചി ഹെയർ ലോസ്. അത് ബിയേർഡ് ഏരിയയിലാവട്ടെ അല്ലെങ്കിൽ സ്കാൽപ്പിലാവട്ടെ ഒക്കെ പാച്ചസ് ആയിട്ട്, റൗണ്ട് പാച്ചസ് ആയിട്ട് ഹെയർ ലോസ് ഉണ്ടാകുന്ന അവസ്ഥയാണ് അലോപേഷ്യ ഏറിയേറ്റ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു നോർമൽ ഡയറ്റ് അല്ലെങ്കിൽ നോർമലി ഉള്ള ഹെയർ സെറംസ് പറ്റില്ല. അതിന് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ തന്നെ കാണേണ്ടതുണ്ട് പാച്ചി ഹെയർ ലോസിന്. അപ്പോൾ ഞാൻ ഈ ഡോക്ടറിനെ കാണണമെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ശരിയാണ്, ഒരു ചെറിയൊരു ഹെയർ ലോസ് തുടങ്ങുമ്പോൾ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോൾഡിങ് എന്ന് പറഞ്ഞ ആ ഒരു ടെൻഡൻസി ഇല്ലയെന്ന്. ഇപ്പോൾ എനിക്ക് വരുന്ന ഒരു ലേറ്റ് 20s പേഷ്യൻസ് എല്ലാം പറയുന്നത്, ഡോക്ടറെ എനിക്ക് ഹെയർ ലോസ് തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു ഫോർഹെഡ് റിസീഡിങ് തുടങ്ങി, എനിക്ക് അവിടെ അങ്ങ് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മതി, അല്ലാതെ എനിക്ക് എല്ലാ ദിവസവും ഹെയർ കെയർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഐ നോ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇസ് അൾട്ടിമേറ്റ് എന്ന്. ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അൾട്ടിമേറ്റ്, ബട്ട് സ്റ്റിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന എല്ലാ അവസരങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, മെഡിസിനിലൂടെ മാറുന്നത് അങ്ങനെ തന്നെ മാറ്റിയാൽ മതിയാകും. പിന്നെ ഡോണർ ഏരിയ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുക. ഇതുപോലെ തന്നെയാണ് സ്ത്രീകളുടെയും അവസ്ഥയെന്ന് പറയുന്നത്. എല്ലാവർക്കും ട്രാൻസ്പ്ലാന്റേഷൻ വേണം, ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള എൻക്വയറീസ് ആയിട്ടാണ് ഇന്ന് ക്ലിനിക്കിൽ വരുന്ന ഒരു 80% സ്ത്രീകളും ഉള്ളത്. പക്ഷേ ഒരു ചെറിയ രീതിക്ക് നമ്മൾ സ്കാൽപ്പിനെ ഒന്ന് കണ്ടീഷൻ ചെയ്ത് ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം, മോസ്റ്റ്ലി ഇത് സ്ത്രീകളാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അതുപോലെ കസ്റ്റമൈസ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ ഇവർ ഓൾവേസ് ഓഫേഴ്സ് അല്ലെങ്കിൽ ചീപ്പ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് ചിന്തിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം സ്ത്രീകളാണ്. ബീയിങ് എ വുമൺ എനിക്കത് നല്ലതായിട്ട് അറിയാം. അപ്പോൾ ഈ ഓഫേഴ്സിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് സലൂൺസിലും ഒക്കെ പോയി PRP, GFC പോലെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഉണ്ട്. അതിൽ സ്ത്രീകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് കൂടുതലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സോർനെസ് ഓഫ് സ്കാൽപ്പിലൊക്കെ എൻഡപ്പ് ചെയ്യുന്നത്. സോ എന്താണെങ്കിലും നിങ്ങളുടെ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്ത് എപ്പോഴും സ്റ്റെറൈലായിട്ടുള്ള
ഒരു കണ്ടീഷനിൽ മാത്രം മാക്സിമം പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഓൾ ദീസ് പ്രൊസീജിയേഴ്സ്, ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് എല്ലാം സയൻസ് ബാക്ക്ഡ് ആണ്, റിസൾട്ട്സ് ഓറിയൻറ്റഡ് ആണ്. ഇതിനകത്ത് തന്നെ ന്യൂ അഡ്വൻറ്റ് കുറേ അധികം ട്രീറ്റ്മെൻറ്റ്സും വരുന്നുണ്ട്. ഇനിഷ്യലി നമ്മൾ PRP GFC ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, അതെല്ലാം ബ്ലഡ് പ്രൊഡക്ട്സ് ആണ്. സോ ആ ബ്ലഡ് എടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് ചില ആൾക്കാർക്കുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് എക്സസോംസ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റും ട്രൈ ചെയ്യാവുന്നതാണ്. അതാകുമ്പം ബ്ലഡ് ഫ്രീ ആണ്, റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരും. ഓൾ ദോസ് ആർ ലൈക്ക് അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വളരെ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതും സ്റ്റാൻഡേർഡൈസ്ഡും ആയിരിക്കും. ആൻഡ് ദാറ്റ് ഗിവ്സ് മോർ റിസൾട്ട്സ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു സ്പന്ദനം എപ്പിസോഡിൽ വീണ്ടും കാണാം.